നമ്മുടെ ഭാഗവായിക്കപ്പെടുന്ന കർത്താവേ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധനിയോറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുദമ്പുരാന്റെ പരസ്യ ജീവിതകാലത്തായി പ്രാരം അരുളി ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നാട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ മറ്റു വഴിക്ക് കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും എന്നതാൻ അരുളി ചെയ്തു. നിന്നുടെ ആർദ്രത നിറയും വാതിൽ തുറന്നേ, യാതന കേട്ടിരാത്മാക്കൾ മേൽ കൃപ ചൊരിയണമേ. ഗോഡമുള്ളിൽ പ്രാർത്ഥിപ്പതിയാണീശൻ സംപ്രീതൻ. ആരവമതിയാരെല്ലാം സൃഷ്ട നേടിയതൗന്നത്യം. പ്രാർത്ഥന മൂലം സൗമ്യം മോശ സമുദ്രം ഭാഗിച്ചു. ഈശ്വരണം ചെയ്തു ദുഷ്ടൻ ഫറവോൻ മുങ്ങിപ്പോയി. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശനാദരത തോന്നി. പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി. ആദ്യത്തിൽ വച്ചഭ്യർത്ഥിച്ചപ്പോൾ ഈ ജ്വാലയിൽ നിന്നവരെ ദൈവം സംരക്ഷണ ചെയ്തു. എന്റെ ഭ്രമേറ്റിടം കാര്യങ്ങൾ ചാവിൻ നാടിയനായ സനവും നരകവും ഇവ തന്നെ. വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാലയവും കർത്താവും നിന്റെ ദാസരായ ഞങ്ങൾ ബലഹീനരും ഭാവികളും അയോഗ്യരാണെങ്കിലും ഞങ്ങളുടെ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ജലപ്രളയത്തിൽ നിന്ന് പെട്ട മുഖേന രോഗിനെയും മക്കളെയും മൃഗങ്ങളെയും പറവകളെയും ഇടജന്തുക്കളെയും നീ സംരക്ഷിച്ചു. നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ ആക്രമണത്തിൽ നിന്നും വിടുവിച്ച അവനെയും അവന്റെ സമ്പാദ്യത്തെയും നീ അനുഗ്രഹിച്ചു. സോദോമിനെ അഗ്നിയിൽ നിന്നും ലോത്തിനെ നീ രക്ഷിക്കുകയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ പരിരക്ഷിച്ച് ശ്രേഷ്ഠനാക്കുകയും അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. മിസ്രയീമിൽ വെച്ച് യോസേഫിനെ നിന്റെ പരിപാലനയിൽ ഭരണകർത്താവും അധിപനുമാക്കി. അവന്റെ നേട്ടങ്ങളും വരുമാനങ്ങളും നീ വർദ്ധിപ്പിക്കുകയും അനർത്ഥങ്ങളിൽ അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. നിന്റെ കൃപയാൽ ഈ ദാസന്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപരമായ ശിക്ഷകളും പല രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും
വിശുദ്ധ യോസേപ്പിന്റെയും സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദയയും ഉണ്ടാകുമാറാകണമേ. ഈ ഭവനം ശുദ്ധീകരിക്കാനുള്ള തളിപ്പായി തീരുവാൻ വേണ്ടി ഈ വെള്ളം ആശീർവദിക്കപ്പെടുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീബായുടെ അടയാളത്താൽ മുദ്രകുത്തിക്കൊണ്ട് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. വഴുവായി തീരണമേ മറിയാമിന്നോർമ്മ രുതേ പരിശുദ്ധേ നീ ആത്മജനോടർത്ഥിക്ക ഞങ്ങളിലാർദ്രത തോന്നി നയവാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാലിക്കുമോ ഒരു
ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം സഹദേർക്കും ശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ കുദാശയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനമുള്ളതും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ സർവ്വമേ നിനക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദര വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള അയൽപക്ക സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടി നാം എല്ലാവരും ഈ ഭവനത്തിന്റെ കുദാശയിൽ സംബന്ധിച്ചു. ഈ പുതുതായി പണി കഴിപ്പിച്ച വീട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അത് പ്രതിഷ്ഠിച്ചു. ദൈവം കരുണയിൽ ഈ കുടുംബത്തെ ഇത്രത്തോളം ഉയർത്തി. അവിടുത്തോട് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ദൈവപരിപാലനയിൽ അനുഗ്രഹീതമായ ഒരു പൂർത്തീകരണം ഇപ്പോൾ നമുക്ക് ഈ ഭവനത്തിന്റെ കുദാശയിലൂടെ ലഭിച്ചു. അത് ഈ കുടുംബത്തോട് പരമകാരുണ്യവാനായ ദൈവം അറിഞ്ഞ് കാട്ടുന്ന വലിയ സ്നേഹത്തിന്റെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാം. കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് ജീവിക്കുന്ന ആരും നിരാശരായി പോകുന്നില്ല. അവിടുത്തെ വിളിച്ച് അനുഗമിക്കുന്ന അനുഭവമുള്ള സകലർക്കും കൃപയ്ക്കുമേൽ കൃപ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. ഈ കുടുംബം നമ്മുടെ പരിശുദ്ധ സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ വളരെയേറെ താല്പര്യവും ദൈവാനുഭവം പങ്കുവയ്ക്കുന്നതിൽ വളരെയേറെ ഉത്സാഹവും എപ്പോഴും പ്രകടമാക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്ത് ഭൗതികമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം ധാരാളമായിട്ട് ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് ഒരു മകൻ നമ്മുടെ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ഈ കുടുംബത്തിന്റെ ബന്ധുക്കളായ മറ്റ് വൈദികര് സിസ്റ്റേഴ്സ് ഒക്കെയും നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഈ വലിയ അനുഗ്രഹത്തോടെ ചേർത്ത് നിൽക്കുമ്പോൾ കർത്താവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരായ ഈ ഒരു കുടുംബത്തിലെ മകൻ, ഒരു കുടുംബാംഗം അനുദിനം പരിശുദ്ധ കുർബാനയിൽ തോണോസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കുടുംബത്തെയും പ്രത്യേകമായി ഈ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഓർക്കുന്നു എന്നത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ജോർസാറിന്റെ ഒരു വലിയ കഠിനാധ്വാനം മക്കളെല്ലാവരുടെയും ജീവിതത്തോട് ചേർത്ത് ദൈവം ഇന്ന് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ജോർസാറ് അരമനയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. അരമനയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭവനത്തിലെ ഇത്രയും, ഇത് വീട് കുദാശയല്ല, വീടുകൾ കുദാശ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ഇനിയും ബഹുമാനപ്പെട്ട കൺമാനന്ദത്തിന് ഇനിയും പറയുമെന്ന് അറിയത്തില്ല. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്.
വേദവസ്തം വായിക്കുമ്പോൾ അറിയാതെ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് അറിയത്തില്ല. അതെല്ലാം ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുക. സാർ ഒരു കഠിനാധ്വാനിയാണ്. കർത്താവ് കൊടുത്തിട്ടുള്ള അവസരങ്ങളെല്ലാം നന്നായി അധ്വാനിച്ചു തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം വളരെ വിശ്വസ്തമായും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുമാണ് അദ്ദേഹം നിർവഹിച്ചു പോരുക. അരമനയിലെ നമ്മളുടെ കണക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വലിയ ശുഷ്കാന്തി കൃത്യമായും സത്യസന്ധമായും സുതാര്യമായും എല്ലാം എല്ലാവർക്കും ബോധ്യമാകത്തക്ക രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അവതരണവും അദ്ദേഹത്തിന്റെ ആ ജോലിയിലെ സത്യസന്ധതയും എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുക. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും ദൈവമേ നീ നല്ലവനാകുന്നു എന്ന് ഈ കുടുംബത്തോടൊപ്പം പറയുവാൻ നമുക്കും കഴിയുക. ഈ വലിയ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട വെൺമാനന്ദച്ചന്റെ കുടുംബം എന്ന നിലയിൽ, അതുപോലെ തന്നെ ജോർജ് സാറിന്റെ പുതുക്കിയ വീട് എന്ന നിലയിൽ ഒക്കെയും ഞാൻ സന്തോഷപൂർവ്വം ഈ കുദാശയിൽ വന്ന് സംബന്ധിക്കാം എന്ന് പറയുകയായിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തോട് കൂടെയായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നമുക്ക് ആശ്വാസം തരുന്ന ആ ഭാഗം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന നമ്മുടെ കർത്താവിന്റെ വചനം ഈ കുടുംബത്തെ സംബന്ധിച്ച് എപ്പോഴും അനുഭവമായി മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന്റെ പൂർത്തീകരണത്തിൽ വന്ന് സംബന്ധിക്കുന്നതിനും ഇടയായിരിക്കുക. ആശ്വാസം നൽകുന്ന, രക്ഷിക്കുന്ന, സ്ഥിരീകരിച്ച് നമ്മെ വീണ്ടും വീണ്ടും അവിടത്തോട് ചേർത്ത് നിർത്തുന്ന ആ നല്ല കർത്താവിന്റെ മുൻപിൽ നമുക്ക് നന്ദി പറയാം. കർത്താവിനാണ് ഈ ഭവനത്തെ സമർപ്പിച്ചിരിക്കുക. വിശ്വാസപൂർവ്വം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി അരുളുന്ന ദൈവത്തോടാണ് നമ്മൾ ഈ കുദാശയുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ ഭവനത്തെ തുടർന്നും സംരക്ഷിക്കും. ഈ കുദാശയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും, ഈ കുടുംബത്തിലെ അംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇടവക മക്കളുണ്ട്, നമ്മുടെ ഈ തൊട്ടടുത്തുള്ള അയൽക്കാരുണ്ട്, ഈ ഭവനത്തിന്റെ പണിയുമായി സഹകരിച്ച ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നിർമ്മാണ പ്രവർത്തകരുണ്ട്. ജോർജ് സാറിന്റെ വിശാലമായ സ്നേഹബന്ധത്തിലെ അനേക സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇതിൽ പങ്കാളികളാകുമ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ കുടുംബത്തിന് എല്ലാ ദൈവ അനുഗ്രഹവും ഒരിക്കൽ കൂടി ഞാൻ നേരുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ തലവനും പിതാവുമായ മൊറോൺമോർ ബെസേലിയോസ് കാർഡിനൽ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി, തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജെയിംസ് പാറവളയച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നന്ദിയുടെ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമയം ഇവിടെ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങളുടെ പിതാവിനോടൊപ്പം കുടുംബം മുഴുവൻ ഈ ഭവനത്തിന്റെ പണിയിൽ വ്യാപൃതരായിരുന്നു. വളരെ സന്തോഷകരമായി ഇത് പൂർത്തീകരിക്കുന്നതിന് സർവശക്തനായ ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു.